ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്നും ലോങ് വീഡിയോ ഒരു സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അത് എടുക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ക്യാമറയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ചിരുന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലെ ദിവസമാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ നീറ്റപ്പോൾ തന്നെ കുറച്ച് ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ അവർക്ക് ഫ്രൈഡ് റൈസാണ് കേട്ടോ കൊടുത്തയക്കണത് ലഞ്ചായിട്ട്. അവർക്ക് സാധാ ചോറ് കഴിക്കും, പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് കുറച്ചൊക്കെ കഴിച്ചോളും. സാധാ ചോറൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് സ്പൈസസ് ഒന്നും ഇല്ലാതെ ചിക്കനും മുട്ടയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഇന്ന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വീഡിയോസ് ഞാൻ എടുത്തില്ല, എൻ്റെ ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതാ ഞാൻ ബസ്മതി റൈസ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓയിലും ഉപ്പും ഇട്ടിട്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടി ആവണം. അപ്പോൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇനി അരിയണം കേട്ടോ. അപ്പോൾ അങ്ങനെ അരി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗാർലിക് ഇട്ടിട്ട് ഓൾ വെജിറ്റബിൾസ് ഒറ്റയടിക്ക് ഇട്ടു കേട്ടോ. അതായത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെന്താ സ്പ്രിങ് ഓണിയൻ, ബീൻസും അങ്ങനത്തെയുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് അങ്ങനെയായിട്ട് എല്ലാം ഒറ്റയടിക്കാണ് പച്ചക്കറിയൊക്കെ ഇട്ടത്. പിന്നെ അപ്പുറത്ത് ഞാൻ ചിക്കൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഇത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുക്കറിൽ വേവിക്കാതെ കുറച്ച് വറുത്തെടുക്കുന്നു. കാരണം അവർക്ക് കുറച്ചും കൂടി വറുത്ത ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് അരി ഞാൻ വെജിറ്റബിൾസ് ആക്കി വെച്ചേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. പിന്നെ അവർക്ക് സ്നാക്സിന് ഇന്ന് കൊടുത്തയക്കുന്നത് അവർക്ക് കക്കരിക്ക ഇഷ്ടമാണ്. അപ്പോൾ അത് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞാൽ അതവർ കഴിച്ചോളൂ കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ നല്ല പഴുത്ത മാങ്ങ ഉണ്ട് കേട്ടോ. അതാണ് സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കുന്നത്. അല്ലാതൊന്നും ഈ ദോശ അങ്ങനത്തൊന്നും കൊടുത്തയച്ചാൽ അത് കഴിക്കില്ല. പിന്നെയും കഴിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൊടുത്തയക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഒരു 9:30 അവർക്ക് ക്ലാസ് തുടങ്ങുക. അവർ ഇവിടുന്ന് ഒരു 9:20 ആകുമ്പോഴാണ് കേട്ടോ പോവുക. തൊട്ടടുത്താണ് അവരുടെ സ്കൂൾ വരുന്നത്, നഴ്സറിയിലാണ് കേട്ടോ. പിന്നെ അത് ഞാൻ അവർക്ക് കൊണ്ടുപോകാനുള്ള മാങ്ങയൊക്കെ ചിത്താണ്. നല്ല പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അത് അവർ കഴിച്ചോളും. അത് മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ഒക്കെ വിചാരിക്കും, പക്ഷേ അതൊന്നും നടക്കില്ല. പിന്നെ ഇതൊന്നുമല്ല ടാസ്ക്, ഇനി അവരെ എണീപ്പിച്ച് അതാണ് വലിയ ടാസ്ക്. മോൾ എണീച്ചുള്ളൂ, പക്ഷേ മോന് ഇപ്പോഴും മടിയാണ്. ഇപ്പോഴും മോന് ഓക്കെ ആയി വരുന്നുള്ളൂ, പക്ഷെ ഇപ്പോഴും സ്കൂളിൽ പോകാൻ മടിയുണ്ട് കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം കേട്ടോ. ഫ്രൈഡ് റൈസ് കുറച്ച് തന്നെ ആക്കുന്നുള്ളൂ, കുറച്ച് തന്നെ അവർ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ഞാൻ ഓൾറെഡി ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ, കാരണം ചിക്കൻ അങ്ങനെ കണ്ടാൽ പിന്നെ അവർ കഴിച്ചോളും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ചിക്കൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെങ്കിലും കഴിച്ചോട്ട് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ചിക്കൻ എന്തായാലും ഫിനിഷ് ആക്കുന്ന ഉറപ്പാണ്. ചിക്കൻ അവർക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ടു, ഫ്രൈഡ് റൈസും വെച്ചു കേട്ടോ. പിന്നെ സോസും കാര്യങ്ങളൊന്നും കൊടുത്തയക്കുന്നൊന്നുമില്ല. അതുപോലെ സ്നാക്സിന് കക്കരിക്ക് ഇങ്ങനെ വട്ടത്തിലായിരുന്നതും പിന്നെ കുറച്ച് ക്യാരറ്റും. ഈ കക്കരിക്കും ക്യാരറ്റൊക്കെ അവർക്ക് പച്ചക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റൊക്കെ പച്ചക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും കക്കരിക്കും പിന്നെ നല്ല മാങ്ങയാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഇന്ന് കൊടുത്തയക്കുന്നത് ഇതാണ് കേട്ടോ. ഇനി ഇത് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ലഞ്ച് ബോക്സും അവരുടെ സ്നാക്സും വാട്ടർ ബോട്ടിലും ഒക്കെ പാക്ക് ചെയ്തതിന് ശേഷമാണ് അവർ നീപ്പിക്കുക. പിന്നെ കുളിപ്പിക്കലും ഒക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, ഹസ്ബൻഡ് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ അച്ഛൻ തന്നെ ചെയ്യുക. പിന്നെ അവരിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മോൾക്ക് മുടി വീട്ടി കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നത് ടൈം ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. ടൈമൊക്കെ ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുക്കാനുണ്ട്. പിന്നെ അടങ്ങിയിരിക്കില്ലല്ലോ. പിന്നെ ഞാൻ ക്യാമറ മുമ്പിലേക്ക് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ക്യാമറയിൽ കണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പിന്നെ അടങ്ങി നിന്നോളൂ. ഇന്ന് അവർക്ക് വെള്ളിയാഴ്ചയാണ്. ഇന്ന് അവർക്ക് സ്പോർട്സ് യൂണിഫോമാണ്. ഇവർക്ക് ഇന്നലെയാണ് കേട്ടോ യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് സ്പോർട്സ് യൂണിഫോമാണ്. പക്ഷേ ആദ്യം മറ്റേ യൂണിഫോം വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം വാശി പിടിച്ചു. പിന്നെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടോ ഒന്ന് ഇങ്ങനത്തെ യൂണിഫോമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തിനാണ് കിട്ടിയിട്ടുള്ളത്, സ്കൂളിൽ നിന്ന് യൂണിഫോമും ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നലെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവർ കുറച്ച് ലേറ്റായി. അപ്പോൾ
അങ്ങനെ മുടിയും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞാൻ ആ ക്യാമറ ഓഫാക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെന്തൊക്കെയോ കാട്ടുമായിരുന്നു കേട്ടോ, ക്യാമറ സ്റ്റാൻഡ് വലിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ ക്യാമറ ഓഫാക്കാൻ മറന്നു. അപ്പോൾ അവർക്ക് പോകാൻ ഏകദേശം ടൈമായിട്ടുണ്ട്. ഇനി എന്തായാലും പോകുമ്പോൾ മോൾക്ക് കുഴപ്പമില്ല കേട്ടോ, പക്ഷെ മോന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മടിയാണ്. ഞാൻ കുറഞ്ഞു വരുന്നുണ്ട്, ശരിയായിക്കോളും എന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ഇനി അവർക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രാവിലെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാടൊന്നും അവർ കഴിക്കില്ല, എന്തെങ്കിലും കുറച്ച് 2 സ്പൂൺ കഴിച്ചു അത്രേ ഉള്ളൂ. പിന്നെ കാര്യമായിട്ട് പാല് രാവിലെ ഞാൻ ഉണ്ടാക്കും, നല്ല കട്ടിയിൽ കുറച്ച് പാൽ കൊടുക്കും അങ്ങനെ. പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടെങ്കിൽ അതും കൊടുക്കും കേട്ടോ. അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലാതെ അവർ ഓൾറെഡി അങ്ങനെ മുമ്പ് അവർ അങ്ങനെ ലേറ്റായിട്ടാണ് ഒക്കെ കഴിച്ചിരുന്നത്, അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതാ പോകാനിറങ്ങി കേട്ടോ, രണ്ടാളും പോകാനിറങ്ങി. പിന്നെ കാറിലൊക്കെ കയറുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരുടെ സ്കൂളിൽ എത്തി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.